ശ്രീ ജേക്കബ് ജോൺ നോക്കൂ, ഈ തുഷാറിനെ തീരുമാനിച്ച ഇടത്താണോ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള സമവാക്യം പാളിപ്പോയത്? എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവും അങ്ങനെയാണ്, അത് ബോർഡിനകത്ത് എതിരഭിപ്രായം ഉണ്ടായി, ശക്തമായ എതിരഭിപ്രായം ഉണ്ടായി. പ്രായമാവുമ്പോൾ ആൾക്കാർക്ക് ദൗർബല്യം ബാധിക്കും, മനസ്സിനും ശരീരത്തിനും. ഒരു പക്ഷേ പഴയ ശക്തനായ കരുത്തനായ സുകുമാരൻ നായരല്ല ഇന്ന് സെക്രട്ടറിയുടെ കസേരയിൽ. അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു എന്നാണ്. ഒരു പക്ഷേ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നല്ലൊരു അഭിപ്രായം ഉണ്ടായാൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരും. സെക്രട്ടറിയുടെ അധികാരം അങ്ങനെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വഴങ്ങിയതാവാനാണ് സാധ്യത എന്ന് ഞാൻ അനുമാനിക്കുന്നു. മധു, പിന്നെ വേറെ എന്തെങ്കിലും നമുക്കിപ്പം വരുന്ന ദിവസങ്ങളിൽ കാണാമല്ലോ. പിന്നീട് അതൊരു പ്രധാനമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BJP-കാരനാണ് എന്നൊക്കെ ആർക്കും അറിയാൻ മേലാത്തേ? സുകുമാരൻ നായർക്ക്, ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് നേരത്തെ അറിയാൻ മേലാഞ്ഞിട്ടല്ലല്ലോ, നേരത്തെ അറിയാമായിരുന്നു, വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഒരാൾ, ഇതൊക്കെ അതിനകത്ത് ഒരു വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ട്. ഇങ്ങേപ്പുറത്തൊരു ഇടതുപക്ഷത്തോട്ടൊരു ചായവുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ഇതൊക്കെയും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താ, ഒരാൾ പിണറായിയെ പിടിച്ചിട്ടുണ്ട്, വേറെ ഒരാൾ മകൻ ശരിക്കും പറഞ്ഞാൽ മുന്നണിയുടെ നേതാവാ. ശ്രീ ജേക്കബ് ജോൺ സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുമ്പോൾ സാമുദായിക ഐക്യത്തിനപ്പുറത്തേക്ക് മതപരമായ ഐക്യം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഭൂരിപക്ഷ ഐക്യം എന്ന ഒരു കള്ളിയിൽ നമുക്കതിനെ ഒതുക്കാമായിരുന്നു. ഈ നമ്പൂതിരി പ്ലസ് നായാടി എന്നത് വന്നയിടത്താണ് വലത് രാഷ്ട്രീയ ഐക്യ മുന്നണിയുടെ ഭാഗമായ അജണ്ട യഥാർത്ഥത്തിൽ BJP-യുടെ അജണ്ടയാണ്. അതിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി വെള്ളം കോരുന്നത് എന്ന ചിന്ത പെരുന്നയ്ക്കുണ്ടായോ? അങ്ങനെയും ഉണ്ടായിക്കാണാം. അത് ഉറപ്പിച്ച് പറയുന്നില്ല. അതും പ്രധാനപ്പെട്ട ഘടകമാണ്. BJP നിൽക്കുന്നത് ഒരു ഹിന്ദു ഐക്യത്തിന് വേണ്ടിയാണ്. എല്ലാ ജാതി മതസ്ഥരെയും, മതമില്ല, ജാതികളെയും കൂട്ടിച്ചേർത്തും കൊണ്ട് ഒരു ചരടിൽ കെട്ടുക. അത് തന്നെ. അത് പണ്ട് 1949-50 കാലഘട്ടത്തിലെ ശങ്കറും സാക്ഷാൽ മന്ദവും കൂടി ചേർന്ന് ഉണ്ടാക്കിയ കൂട്ടുകെട്ട് തന്നെയാണ്. അല്ല, അതിന്റെ കൂടെ ഇപ്പം ഇടക്കാലത്തുണ്ടായ ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില സമീപനങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായല്ലോ. അതിന്റെ ഒരു അനുരണനമാണ് പ്ലസ് നസ്രാണി എന്നുള്ള ഒരു രൂപീകരണം എന്നത്. അത് അങ്ങനെ തന്നെ വെള്ളാപ്പള്ളി ഒരു സമവാക്യമായി പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായും ആ അജണ്ട BJP-യുടേതാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടി അതിന്റെ കയറിന്റെ അറ്റം കൊണ്ടുപോയി BJP-കാർക്ക് കൊടുക്കാം എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് വരുന്നത് തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് തീർച്ചയാണല്ലോ. വെള്ളാപ്പള്ളിക്ക് നേരെ, ഇതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളിക്ക് നേരെ പോ എന്നൊരു ചിന്ത ഈ കാര്യത്തിലില്ല. അദ്ദേഹത്തിൻ്റെ ഒരു BJP ബന്ധം അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മോനെ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാക്കിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൻ്റെ പ്രവർത്തകയാണ്. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ BJP-ക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു നായർ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് സമദൂരം എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ സമദൂരം എന്ന് പറയുന്നതിന് അങ്കപ്പുറത്ത് സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെതായ അജണ്ടയുണ്ട്, രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം.